അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇതാ സക്സസ്ഫുള്ളി കർദുംഗ്ല പാസിൽ എത്തിയിട്ടുണ്ട്. അതും ഒരു മാസത്തിന് ശേഷം നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ലഡാക്കിലെ ഏതോ ഒരു വില്ലേജിലാണ്. കാരണം നമുക്ക് കറക്റ്റ് പേരറിയില്ല, അതുകൊണ്ടാണ് ഏതോന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നല്ല വൈബായിരുന്നു. ക്യാമ്പ് ഫയറും ക്യാമ്പിങ്ങും DJ പാട്ടും സംസാരിച്ചിരിക്കലും ഫോട്ടോ എടുക്കലും ആകെ മൊത്തം കളറായിരുന്നു ഇന്നലെ. ഇതുവരെ ഉള്ളതിനെക്കാട്ടി എന്തോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഇന്നലെ ഉണ്ടായി. അതും ഇവിടുത്തെ നല്ല വൈബുള്ള മനുഷ്യന്മാരാണ് ഇവര്. നമ്മളെ കൂടെ അതേ വൈബിനൊത്തെ ക്യാമ്പിംഗ് ഒക്കെ സെറ്റാക്കി തീയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അടിപൊളിയായിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇവിടുന്ന് ഇനി പോവാൻ നിൽക്കുകയാണ്. നമ്മൾ ടെൻ്റൊക്കെ മടക്കി വെച്ച് ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു അരുവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് ഇവിടെ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വിചാരിച്ച്. അപ്പം നമ്മളങ്ങനെ അവിടുന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി നമ്മളിവിടെ വന്നു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം, ഇവരിവിടെ നിന്ന് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് വൈബല്ലേ പ്രധാനോ. അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ചായ അടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളോട് ഒരു നേരം രാത്രി പ്രത്യേകം പറഞ്ഞിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ട്, ഇതൊരു കറി ഉണ്ട്, എന്താ കറി എന്നൊന്നും അറിയില്ല. പിന്നെ ഇതെന്താ അറിയോ, ഇത് നമുക്ക് ഇന്നലെ മുതൽ തിന്നാൻ തന്നിട്ടുള്ള സാധനമാണ്. ആപ്രിക്കോട്ടിൻ്റെ കുരുവിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു സീഡാണ്. കുരു സീഡ് ഒന്നല്ലേ, ആപ്രിക്കോട്ടിൻ്റെ സീഡാണ്. അത് പൊളിച്ചിട്ട് നമ്മൾ ബദം പൊട്ടിക്കണ പോലെ തന്നെ പൊട്ടിച്ചിട്ട് ബദത്തിൻ്റെ കുഞ്ഞ് സാധനം. പക്ഷെ ചിലത് നല്ല കയ്പും ചിലത് നല്ല അടിപൊളി ബദത്തിൻ്റെ ടേസ്റ്റുമാണ്. പിന്നെ ഇവർ ചായക്ക് ഇങ്ങനെ ഷുഗർ ക്യൂബ്സ് കൊടുന്നരും. പിന്നെ നമുക്ക് 2 ചായ ഉണ്ട്, ഇനി ഇത് കുടിക്കാം. ഓക്കെ, ഇനി കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഈ വീടൊന്ന് കാണിച്ചു തരാം. ഈ വീട് നല്ല നൈസ് അടിപൊളി വീട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് മെയിൻ ഡോറ് കടന്ന് ഇങ്ങനെ വരിക. ഇവിടെ അധികം മരം കൊണ്ടാണ്, കണ്ട ഇവിടെയൊക്കെ സൈഡിലൊക്കെ മരം വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളത്. നേരെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് റൂം. താഴെ നോക്ക് മരം, മുകളിലും മരം. പിന്നെ ഇവിടെ ഗ്രൈൻഡർ ഉണ്ട്. ഇവിടെ ഇതുപോലത്തെ ഒരു ടീപ്പോയി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. TV ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വിൻ്റർ സീസണിൽ ഇവർ ചൂടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. ഇത് മൾട്ടിപർപ്പസ് ആണ്, ചൂട് മാത്രമല്ല. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യാനും പറ്റും. ഇവിടെ നോക്ക് നല്ല ഭംഗിയില്ലേ, ഒരു ചൈനീസ് ആ ഒരു സെറ്റപ്പ്. ഞാനൊക്കെ ചൈനീസ് ഡ്രാമ കണ്ടിരുന്ന ടൈമിൽ അതിലുണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ ഈ ചെടി, ഇത് കണ്ടാൽ തൊട്ടാലൊക്കെ പ്ലാസ്റ്റിക്കാ തോന്നും, പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല. ഇത് കണ്ട ഉണങ്ങിയ ലീഫും കാര്യങ്ങളൊക്കെ അതവിടെ വീണ് പോകുന്നു. അപ്പം പിന്നെ ഇവരെ കിച്ചൺ കാണിച്ചു തരാം. പിന്നെ ഇതുവരെ കിച്ചണാണ്. നമുക്ക് നല്ല നൈസല്ലേ, ഒരു കുഞ്ഞ് കിച്ചണ്, അടിപൊളി. പിന്നെ പറയാൻ മറന്നു, ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ വലിയ വിൻഡോസാട്ടോ. ഇനി ഓരോ ഫോട്ടോസ് കാണിച്ചു തരാം. ഇനി ഓരോ ഫോട്ടോസ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറും വൈഫും. പിന്നെ ഇത് ബ്രദറിൻ്റെ അനിയന്, ബ്രദറിൻ്റെ ബ്രദർ. അപ്പം ഇനി നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച ആ ഒരു ഭാഗം കൂടി കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടി പോവാണ്. അവിടെ മലയിന്ന് ഒലിച്ച് വരുന്ന വെള്ളമുണ്ട്. അവരവിടെ പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നതിനൊക്കെ. ഇതൊക്കെ കൃഷിയാണ്. എന്ത് കൃഷി വെച്ചാൽ മുളകുണ്ട്, തക്കാളി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇനി നമുക്കിവിടെ സൈഡിൽ കൂടെ കയറിയിട്ട് മുകളിലെ ആപ്പിൾ തോട്ടത്തേക്കാണ് നമ്മൾ പോണത്. പക്ഷെ ആപ്പിളൊന്നുമില്ല, ആപ്പിളൊക്കെ ആയി വരുന്നുള്ളൂ. ഇവിടെ ക്യാബേജ് കൃഷിയുണ്ട്. ഇത് ഫുള്ള് ആപ്പിളാണ്. ഈ ആപ്പിളിൻ്റെ നടുക്കായിരുന്നു നമ്മൾ ഇന്നലത്തെ നമ്മൾ ടെൻ്റ് അടിച്ചത്. ആപ്പിളില്ല, ആപ്പിളിൻ്റെ മരം മാത്രമേ ഉള്ളൂ. അവിടെയായിരുന്നു നമ്മൾ ടെൻ്റ് ഇട്ടിരുന്നത്. ഇവിടെ ആളുടെ ടെൻ്റ് ഉണ്ട്. അവിടെ ബാറ്ററി പെട്ടി ഉണ്ട്. ഇവിടെ സ്പീക്കർ ഉണ്ട്. മൂപ്പരാൾ ഇന്ന് നൈറ്റും ഇവിടെ തന്നെയാണ് വൈബ് അടിക്കണത് പറഞ്ഞ്. ഇന്നലത്തെ വൈബ് മൂപ്പരൊക്കെ നല്ല ഇഷ്ടമായിക്കണ്. മൂപ്പര് പറഞ്ഞ് ഇന്ന് ടെൻ്റ് എടുക്കണില്ല, അവിടെ തന്നെ ഇടുകയാണ്, ഞങ്ങൾ ഇന്ന് രാത്രി അവിടെ തന്നെയൊക്കെ എടുക്കണത് പറഞ്ഞ്. അപ്പം ഇനി നമുക്ക് പോവാം. പിന്നെ ഇതൊക്കെ കൃഷിയാണ്. ഇവിടെ മറ്റേ പീസ് ഉണ്ട്, പീസ് കാണിക്കാനിപ്പോൾ എങ്ങനെ പോവാം.
അപ്പോൾ നമ്മൾ പോവാണ്. ഇനി നേരെ വണ്ടീൻ്റെ അടുത്ത് പോവാം. വണ്ടി എടുക്കുക, പോവാം. നമ്മളെ വണ്ടി ഇന്നലെ രാത്രി ഇവിടുത്തെ പോത്തില്ലേ, പോത്ത് നൈസായിട്ടൊന്ന് നമ്മളെ വണ്ടിയുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പൊട്ടുകടല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൂപ്പരാളോട് എടുത്ത് തിന്നിക്കുക. പിന്നെ നമ്മൾ ഇന്നലെ മറ്റേ മരത്തിൽ നിന്ന് പറിച്ചില്ലേ, എന്താ പറയുക, ആപ്രിക്കോട്ട്, അതും മൂപ്പരാൾ തിന്നയിച്ച്. നമുക്കൊന്നും കിട്ടിയില്ല. അതിൻ്റെ കുരൊക്കെ ഉണ്ട് അവിടെ താഴായിട്ട് കിടക്കണ്. മൂപ്പരാൾ തിന്നിട്ട് തുപ്പിട്ടിക്കുക. നമ്മൾ മഞ്ഞുമലകൾ കാണാൻ തുടങ്ങിയിരിക്കണ്. ഇത് അങ്ങോട്ട് നോക്കൂ, അവിടെ മഞ്ഞുമലകളാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പോണ വഴിക്ക് മഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഇനി നമുക്ക് പോവാം. നമ്മളങ്ങനെ ലേ എത്താനായിട്ടുണ്ട്. ലേൻ്റെ ബോർഡും ടൗണും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലേ ടൗണ്. നമ്മളതിനെ സക്സസ്ഫുള്ളി നമ്മളുടെ ട്രിപ്പ് ഇവിടെ ലേയിലെത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ എക്സ്പെക്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ കുന്നും മലയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലായിടത്തും ഉള്ള പോലെ ടൗണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അതൊന്നും ഇല്ല എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ ഇവിടെ വല്ലാണ്ടൊന്നും കാണാനില്ല, എല്ലായിടത്തുള്ള നോർമൽ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ കർദുംഗ്ല പോവുകയാണ്. കർദുംഗ്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സാണ്. അതായത് ലോകത്തിലെ നമുക്ക് വണ്ടി കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരെ പോണത് കർദുംഗ്ലയിലേക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് മോട്ടറബിൾ പാസ് പോകണം എന്നാണ് വിചാരിക്കുന്നത്. എന്നെ കാണൂല. നമ്മളങ്ങനെ ലേ ടൗണ് കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ കർദുംഗ്ലയിലേക്ക് പോണ വഴി തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ വഴിയും. അതേപോലെ തന്നെ ടൗൺ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടിപൊളി, ഇഷ്ടമായി. ഞാൻ വിചാരിച്ചത് മഞ്ഞുമലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വിചാരിച്ചത് മഞ്ഞുമലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഏത് സ്ഥലമാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. എങ്ങനെ ക്യാമറ പിടിച്ചാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, ചെറിയ ചെറിയ പച്ചപ്പും പിന്നെ ബാക്കിയൊക്കെ മലകളൊക്കെ ആയിട്ട് അങ്ങനെ. നമുക്ക് കർദുംഗ്ലയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി പെർമിറ്റ് വേണം. നമ്മൾ ഓൺലൈനിലാണ് എടുക്കേണ്ടത്. അത് ഒരാൾക്ക് വരുന്നത് 400 രൂപയാണ് ചാർജ്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫുകൾ പറഞ്ഞു ഇങ്ങനെ എടുക്കണം എന്നുള്ളത്. നമ്മൾ അപ്പോൾ തന്നെ ഓൺലൈനിൽ എടുത്തു. ഇപ്പോൾ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാ കാണുന്നതില്ലേ, അതാണ് ലേ വില്ലേജ്. നമുക്കിപ്പോൾ തന്നെ വണ്ടിക്ക് വലിവൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഏതെങ്കിലും ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു വില്ലേജ് കാണുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കാം. നമ്മളിതാ ഇവിടെ പെർമിറ്റ് എടുത്തതിൻ്റെ ശേഷം ഞാനവിടെ കയറി വരുന്നിടത്ത് തന്നെ നമ്മളിവിടെ സ്റ്റോപ്പാക്കിയിരിക്കുകയാണ്. അപ്പം ഉണ്ടല്ലേ, സത്യം മറന്നേ പോയിക്കണ്. നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ പോരെ? ആശയിക്കാൻ മതി നോക്ക്. നമ്മളപ്പോൾ കർദുംഗ്ലയിലാണ് ഉള്ളത്. കർദുംഗ്ലയിലല്ല, കർദുംഗ്ലയിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്ക്. നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുക. നമ്മളുടെ 2 മാഗി പാക്കാണുള്ളത്. അപ്പോൾ ഒന്നും കഴിക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തലച്ചുറ്റലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു ലൈറ്റായിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലേ. നമ്മളുടെ നൂഡിൽസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ജെസിബിന്റെ പൊട്ടൻ്റെ ഉള്ളിൽ വെച്ചുണ്ടാക്കിയ മാഗിയാണിത്. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാറ്റ് കാരണം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ബഡ്ജറ്റ് ട്രിപ്പ് ആകുമ്പോൾ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. അല്ലാതെ പൈസ അല്ലേ പൈസ ഇല്ല. നല്ല JCBന്റെ കൊട്ടന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കിയ മാഗിയാണിത്. അപ്പൊ ഇതാ JCBന്റെ ടയറല്ല ഈ സാധനം ഇതാ ഈ സാധനത്തിന്റെ മേലെ വെച്ചിട്ട് കഴിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. എവിടുന്നാ? ഫ്രാൻസ്. പിന്നെ ഫ്രാൻസ്. Are you France? Oh, nice, super. Are you? Bulgaria. Oh, super. Happy journey. Bye. Bye bye. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് ഐറ്റംസ് ഇതാ. കുക്കിംഗ് ഐറ്റംസ് അല്ല, കുക്കിംഗ് പാത്രങ്ങൾ ഇതാ നമ്മളെ കുക്കിംഗ് ബാഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് ഇതാ ഇവിടെ ഉണ്ട്. എല്ലാം ചെയ്യുന്നത് ഷബീബല്ല, ഞാനും ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് അഭിനയിക്കൽ മാത്രമാണ് ഷബീബിന്റെ പണി, അല്ലെങ്കിൽ ഞാനാ ചെയ്യല്. എങ്ങനെ നോക്കണേ? വാവ്, അടിപൊളി. എടുത്തോ. വീണ്ടും ഇതാ പോണു. നമ്മളങ്ങനെ മാഗിയൊക്കെ കഴിച്ച് ഇതാ നമ്മൾ കറുത്തുങ്കിലേക്ക് കയറി. ഇപ്പം അതങ്ങനെ കയറി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ വണ്ടിക്കാണെങ്കിൽ വലിവിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കയറിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ ലഗേജ് ഇല്ല, അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വേണ്ടേ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിട്ടില്ല, ഇനിയുണ്ട് കുറച്ചൊക്കെ കറുത്തുങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്ന റോഡാണിത്. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയുന്നില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് തല ചുറ്റുന്ന പോലത്തെ ഒരു ഫീല്. എന്തൊരു പേടിയുള്ളൊരു ഫീലിങ്. പിന്നെ നേരെ നോക്കി നമ്മൾ നേർക്കുനേരാണ് ഇപ്പോൾ മഞ്ഞുമല എടുക്കണത്. ഏതല്ലേ. പിന്നെ ഇതാ നമ്മൾ ഇപ്പുറത്തുതാ ഇവിടെയും മഞ്ഞുമലയാണത്. നമ്മൾ തൊട്ടടുത്താണ് മഞ്ഞുമല, പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റും തോന്നണില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇതാ സക്സസ്ഫുള്ളി കർദുങ്ല പാസിൽ എത്തിയിട്ടുണ്ട്. അതും ഒരു മാസത്തിന് ശേഷം നമ്മളിവിടെ എത്തുന്നത്. ഒരിക്കലും വിചാരിച്ചല്ല ഈ ബഡ്ജറ്റ് വെച്ചിട്ട് ഇവിടെ വരെ വരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇതാ സക്സസ്ഫുള്ളി കർദുങ്ല പാസിൽ എത്തിയിട്ടുണ്ട്. അതും ഒരു മാസത്തിന് ശേഷം നമ്മളിവിടെ എത്തുന്നത്. ഒരിക്കലും വിചാരിച്ചല്ല ഈ ബഡ്ജറ്റ് വെച്ചിട്ട് ഇവിടെ വരെ വരാൻ പറ്റും എന്നുള്ളത്. ഈ ട്രിപ്പിൽ എന്താ ഹൈലൈറ്റ് വെച്ചിട്ടുണ്ട്, ഈ 30 ദിവസം നമ്മൾ ഫുൾ ടെൻഷനാണ്, ഇതുവരെ റൂം എടുത്തിട്ടില്ല. അതാണ് ഈ ട്രിപ്പിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളി, സക്സസ് ആവും. മാർഗമല്ല, ലക്ഷ്യമാണ് നമ്മളെ പ്രധാനം. ബാക്കി നുബ്രവാലി എത്തിയിട്ട് കാണാം. അപ്പോൾ കുപ്പിയിൽ വെള്ളം എടുക്കാൻ പോവാണേ. നമ്മൾക്ക് കുക്കിങ്ങിനും കുടിക്കാനും എല്ലാത്തിനുള്ള വെള്ളമാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. തണുപ്പുണ്ടാ? നുബ്ര വാലിക്ക് പോണതിൻ്റെ ഒരു പോസിറ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇറക്കാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല.
ഇവിടെ ലഡാക്കിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, സ്കൈ ആണ്. ആ സ്കൈ നോക്കി നല്ല ഭംഗിയില്ലേ, സ്കൈ, മൗണ്ടെയിൻസ്, റോഡ്, ഇതൊക്കെ കൂടി തമ്മിലൊരു കോംബോ ഉണ്ടല്ലോ. പിന്നെ ചെറിയ ഗ്രീനറി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഭയങ്കര അടിപൊളി വ്യൂ ആണിത് തരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോത്തിന് ഇത് അടുത്ത സ്കൈ മാറി. ആ വില്ലേജ് നോക്ക്, നല്ലൊരു വൈബില്ലേ, ഒരു ശരിക്കും റൗണ്ട് ഓവൽ ഷേപ്പിലുള്ള ഒരു വില്ലേജ്, അതിന്റെ സെന്ററിൽ കൂടി ഒരു അരുവിയായിട്ട് അത് ഡിവൈഡ് ചെയ്ത് നിൽക്കുക. നല്ല ഭംഗിയില്ലേ, ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി. കാണുമ്പോ തന്നെ എന്തോ നമ്മൾ നുബ്രവാലിയിലെ ഡിസ്ട്രിക്ട് വില്ലേജ് ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ഇവിടെ നടക്കാൻ പാടില്ലല്ലോ, മറ്റുള്ള ഫുള്ള് മണലും ചോദിച്ചോക്കാം. എന്താ പറയുക, നമുക്ക് അവിടെ ഫീലാണ്. പക്ഷെ എന്തോ ഒരു ഭംഗിയുള്ളൊരു ടൈപ്പ് ഓഫ് മണല്. നമുക്ക് ടെന്റിനുള്ളിൽ കയറി കിടന്നുറങ്ങാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ചോറ് ഇതാണ്. കുറച്ച് ചോറ് എടുത്തു, ബാക്കി കുറച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ.